എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി കിഴക്കമ്പലം പഞ്ചായത്തിന്റെ തൊട്ടടുത്തായി പട്ടിമറ്റത്ത് സ്ഥിതി ചെയ്യുന്ന 5.5 സെന്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 1 ബെഡ്റൂമോടുകൂടി ലഭിക്കുന്ന 59 ലക്ഷം നെഗോസിയേഷനായി വന്നിട്ടുള്ള മനോഹരമായ ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ബസ് സ്റ്റോപ്പിൽ നിന്ന് 100 മീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018-ലെയും 19-ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീട് കാണുന്ന പോലെ നല്ലൊരു ബോക്സി ടൈപ്പിൽ എലിവേഷൻ. എല്ലാ ഭാഗത്തേക്കും എറണാകുളം ജില്ലയുടെ എല്ലാ ഏരിയയിലേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഈ റോഡ് നമുക്ക് കാണാം. ആ കാണുന്നതാണ് ബസ് സ്റ്റോപ്പ്. അവിടെ നിന്നും ജസ്റ്റ് വരുന്നത് ഈ ഒരു വീട്ടിലേക്കുള്ള വഴിയാണ്. മനോഹരമായ പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അത്യാവശ്യം ഭംഗിയുള്ളൊരു ഏരിയ കൂടിയാണ്. നല്ല വീടുകളെല്ലാം ഈ വീടിൻ്റെ ചുറ്റുഭാഗങ്ങളിലെല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട്. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. 2-3 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായി ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കിണറിൻ്റെ സ്ഥാനം വരുന്ന ഈ ഒരു ഭാഗത്തായാണ്. വർഷത്തിൽ സുലഭമായി കിണർ വെള്ളം ലഭിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായ ഒരു മുറ്റമാണ് നമുക്ക് ലഭ്യമാവുക. 5.5 സെന്റ് സ്ഥലം വരുന്നത് കൊണ്ട് തന്നെ നല്ല വിശാലമേറിയ മുറ്റം തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ ബാക്ക് സൈഡ്, അതായത് വർക്ക് ഏരിയ വരുന്ന ഭാഗത്താണ് വന്നെത്തി നിൽക്കുന്നത്. അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് എല്ലാം കൊടുത്താണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. ഡോറിൻ്റെ ഡയറക്ഷൻ വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. ചെറിയൊരു സിറ്റ് ഔട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് പ്ലാവും ആഞ്ഞിലിയുമാണ്. 2 സൈഡിലേക്കും തുറക്കാവുന്ന ഡോർ തുറന്ന വീടിൻ്റെ അകത്തേക്ക് നമുക്ക് ഇനി പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ലിവിംഗ് ഹോളിലേക്കാണ്. നല്ലൊരു കോർണർ സെറ്റ് ഇട്ടിരിക്കാവുന്ന സ്പേസ് ഈ കാണുന്ന ലിവിംഗ് ഹോളിൽ ലഭിക്കുന്നുണ്ട്. സീലിംഗ് വർക്കുകളും LED ലൈറ്റുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയായി നല്ലൊരു TV യൂണിറ്റ് നമുക്ക് കാണാം. റൊട്ടേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള TV യൂണിറ്റാണ്. ഡൈനിങ് ഹാളിൽ നിന്നും നമുക്ക് TV കാണാം. ഡൈനിങ് ഹാളിലേക്ക് വന്നു കഴിഞ്ഞാൽ 8 സീറ്ററോ 10 സീറ്ററോ പ്ലേസ് ചെയ്യാവുന്ന ഒരു സ്പേസ് ഈ കാണുന്ന ഡൈനിങ് ഹാളിൽ ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ ഏരിയ തന്നെയാണ്. ഗ്രൗണ്ട് ഫ്ലോറിലായി 2 ബെഡ്റൂമാണ് ഈ വീടിന് ലഭ്യമാവുക. ടോട്ടൽ 3 ബെഡ്റൂമാണ് വരുന്നത്. ഇനി നമുക്ക് നേരെ കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. കിച്ചൺ വരുന്നത് ഈ ഒരു സ്പേസിലായാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. നല്ല രീതിയിലുള്ള കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഈ ഒരു കിച്ചൺ കൂടാതെ നമുക്ക് വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് പുറത്തായി നേരത്തെ കണ്ടതാണ്, അവിടെയായി നല്ലൊരു വർക്ക് ഏരിയ എടുക്കാവുന്ന ഒരു സ്പേസ് എല്ലാം ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ബെഡ്റൂമുകളിലേക്ക് പോയി നോക്കാം. താഴെ 2 ബെഡ്റൂമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഏകദേശം വലിപ്പമുള്ള ബെഡ്റൂമുകൾ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഒരു 130-135 സ്ക്വയർ ഫീറ്റ് എന്നുള്ള രീതിയിലാണ് ബെഡ്റൂമുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2 ഭിത്തിയിലും വിൻഡോ എല്ലാം കാണാം. കൂടാതെ കബോർഡ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി വരുന്ന ബെഡ്റൂമുകൾ തന്നെയാണ്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബാത്റൂം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരിക. ഇത് ഏകദേശം ഒരു 120 സ്ക്വയർ ഫീറ്റോട് കൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂം ഈ ഒരു ഭാഗത്തായാണ് വരുന്നത്. ഇനി നമുക്ക് നേരെ ഹോളിലേക്ക് തിരിച്ചു വരാം. സ്റ്റെയറിൻ്റെ താഴെയാണ് വാഷ് ബേസിനുള്ള സ്പേസ് എല്ലാം കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇൻവെർട്ടർ വെക്കാവുന്ന പ്രൊവിഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഹാൻഡിലിനായി GA പൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും നമുക്ക് കാണാം. സ്റ്റെപ്പ് കയറി ഇനി മുകളിലെ നിലയിലേക്ക് വരാം. മുകളിലെ നിലയിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഹോള് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇവിടെയായി 1 ബെഡ്റൂമാണ് നമുക്ക് ലഭിക്കുക. വേണമെങ്കിൽ അഡീഷണൽ ആയിട്ട് 1 ബെഡ്റൂം എടുക്കാവുന്ന ഒരു സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ചെറിയൊരു ബേ വിൻഡോ മോഡൽ വിൻഡോയും നമുക്ക് കാണാൻ കഴിയും. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി കിഴക്കമ്പലത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ബസ് സ്റ്റോപ്പിൽ നിന്ന് 100 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന 5.5 സെന്റിൽ 1350 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 59 ലക്ഷം രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.